ഒരാൾ ഞൊണ്ടി ഞൊണ്ടി പോവാണ്. ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ഞൊണ്ടി പോണേന്ന്. കാലിൽ ആണിയാണ്, ആണിക്കാലായതുകൊണ്ടാണ് അയാൾ ഞൊണ്ടി പോകുന്നത്. പച്ചക്കള്ളമാണ്. അയാൾ ഞൊണ്ടുന്നത് കാലിൽ ആണിക്കാലായതുകൊണ്ടല്ല, പിന്നിൽ ഓടിക്കാൻ ഒരു പട്ടിയില്ലാത്തത് കൊണ്ടാണ്. പട്ടി ഓടിക്കുന്ന ആൾക്ക് ആണിക്കാൽ പരിമിതിയല്ല. പറഞ്ഞതിൻ്റെ ചുരുക്കം, പരിമിതികൾ തീരുമാനിക്കുന്നത് നീഡാണ്. ഒരു ഇൻറ്റൻസീവായ നീഡുള്ള ഒരാൾക്ക് പരിമിതികളില്ല, പുറത്ത് കേൾക്കില്ല. ഈ പട്ടി ഓടിക്കുന്ന സമയത്ത് അപ്പുറത്തിപ്പുറത്ത് വർത്തമാനം പറയുന്നത് കേൾക്കില്ല. അയാൾ ഫോക്കസ്ഡ്. കാര്യം പറഞ്ഞാൽ ഇങ്ങേര് നല്ലൊരു മോട്ടിവേഷനൊക്കെയാണ്, മോട്ടിവേഷൻ ട്രെയിനർമാരിൽ ഒരാളൊക്കെ തന്നെയാണ്. പക്ഷേ ഈ പറയുന്നതോട് അത്ര യോജിക്കാൻ പറ്റില്ല. ഒരു കാലം ചെയ്യാത്ത ഒരാളൊക്കെയാണെങ്കിൽ എങ്ങനെ ഓടണേ? പട്ടി അടിക്കാൻ പറ്റുന്ന ചുറ്റും നിന്ന് പട്ടി അയാൾക്ക് അലറി വിളിക്കാനേ ആവുകയുള്ളൂ. ഇപ്പോൾ തെരുവ് നായ്ക്കൾ ഒരു കൊച്ചു കണ്ടിട്ടില്ലേ? ഇപ്പോൾ പ്രായമായ വയോധികരൊക്കെയാണെങ്കിൽ എങ്ങനെ ഇറങ്ങി ഓടും? പറയണതിനൊക്കെ ഒരു ലോജിക്കും കാര്യങ്ങളൊക്കെ വേണ്ടേ? അതിന് മോട്ടിവേഷനൊക്കെ ആണ്. അയാൾ കള്ളം പറഞ്ഞു എന്ന് ആദ്യം പറഞ്ഞു, പക്ഷെ ഒരു ഞൊണ്ടി നടക്കുന്ന കള്ളം പറയുന്ന ആൾക്കാരാണ് സാധാരണക്കാരനൊക്കെ. ഒരു വയസ്സായ ആൾക്കാരൊക്കെ വന്ന് ഈ റോട്ടിൽ കിടക്കുമ്പോൾ അവർക്ക് ഓടാനും കൂടെ ചാടാനും പറ്റില്ല. അത് പട്ടി ഓടിക്കുമ്പോൾ അവരെങ്ങനെ ഓടും? എന്തെങ്കിലുമൊക്കെ ഒരു ലോജിക്ക് വേണ്ടേ? മോട്ടിവേഷനൊക്കെ നല്ലതാണ്, പക്ഷെ ലോജിക്കലി ചിന്തിക്കാൻ പറ്റിയൊരു മോട്ടിവേഷൻ കൊടുക്കണം, നല്ലതായിരിക്കും.